അന്യോങ് ആർമീസ്. അപ്പോൾ ഇന്നലെ BTS ആനിവേഴ്സറി ഫെസ്റ്റ ഭാഗമായിട്ട് ഒരു ഡിന്നർ പാർട്ടി വീഡിയോ ബങ്താൻ TVയിൽ ഇട്ടിരുന്നു. ഇനി ഇതൊരു ഒഫീഷ്യൽ റൺ BTS എപ്പിസോഡ് അല്ലെങ്കിലും ആ ഒരു മൂഡിലായിരുന്നു ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിന്ന ഈ ഒരു വീഡിയോന്റെ എൻട്രി ആയിരുന്നു കോമഡി. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ മേശേന്റെ അടിയിൽ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ മെമ്പേഴ്സ് പൊന്തി വന്നിരുന്നത്. ഇനി അതിലും വലിയ കോമഡി, അവരെന്നെ തീരുമാനിച്ചിട്ട് അവരെന്നെ മേശേന്റെ അടിയിൽ നിന്ന് പൊന്തി വന്നിട്ട് ഈ ഒരു സംഭവം കഴിയുമ്പോൾ ഓബി പരാതി പറയണത് എന്താന്ന് വെച്ചാൽ വാതിൽ തുറന്നു വരുന്നത് അതായിരുന്നു നല്ലത്, ഇത് എന്തോ പോലെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്നിട്ട് ഹോബി ജിന്നേട്ടനോട് ചോദിക്കേണ്ടത് ജിന്നേട്ടൻ അത് ആരെ ഐഡിയ ആണ് എന്നുള്ളത്. ഇത് കേട്ട് എടുത്തപടി ജിന്നേട്ടൻ ഇത് എന്റെ ഐഡിയ ആയിരുന്നില്ല, ജങ്കൂക്കിന്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് ജങ്കൂക്കിനെ ഒറ്റ കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാഫ് ഈ ഒരു ഐഡിയ വന്നതിന്റെ ഒറിജിനൽ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ജിന്നേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു നടന്നു വരുന്ന ഒരു സംഭവം ഒരു രസമല്ലാത്ത പോലെ, അതിനെന്തെങ്കിലും വെറൈറ്റി വേണമെന്നാണ് ആൾ ഉദ്ദേശിച്ചത്. ആ സമയത്ത് നമ്മുടെ ജങ്കൂക്ക് കൊടുക്കുന്ന ഐഡിയ ആണ്, എന്നാൽ പിന്നെ നമുക്ക് താഴേന്ന് പൊന്തി വരാന്ന്. ഇനി ഇത് കഴിഞ്ഞ് ജിം പറയുന്നത് അവർ കഴിഞ്ഞ തവണ തീരുമാനിച്ച പോലെ തന്നെ എല്ലാവരും ഒരു ഇൻട്രോജാൻഡിന്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് എന്താ അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ JK എവറി ഡേ സോക്ജിൻ എന്ന് പറഞ്ഞിട്ട് അവർ ചാൻഡ് പറയുന്നുണ്ട്. ഇനി ഇത് കേട്ടിട്ട് ജിൻ പറയുന്നത് ഇത് എന്റെ ഐഡിയ അല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതിൽ പിന്നെ മെമ്പേഴ്സ് ഇത്തവണ ഒരു വീനെയാണ് MC ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീനോട് ആ ഒരു ഇൻട്രോ പറയാൻ പറയുന്നുണ്ട്. അതിൽ വി റൺ BTS എന്നും പറഞ്ഞിട്ട് ഇൻട്രോ കൊടുക്കുമ്പോൾ മെമ്പേഴ്സ് എല്ലാവരും കൂടി അതൊപ്പം പറയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ജിമിൻ തേനോട് തേയോങ്ഷി നമ്മൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ തേയോങ്ങിന് പെട്ടെന്ന് കിട്ടില്ല എവിടെയാന്നുള്ളത്. അതിൽ ഷുഗർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാൻജോസിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ സാൻജോസിലാണെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ആറും പറയുന്നുണ്ട് സാൻജോസിലല്ല നമ്മൾ സ്റ്റാൻഫോർഡിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജെഹോബ് പറയുന്നുണ്ട് സ്റ്റാൻഫോർഡിലെ സാൻജോസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആറാം നമ്മൾ കാലിഫോർണിയയിലുള്ള അവിടെയാണെന്ന് പറയുന്നത്. അത് കേട്ടിട്ട് ഷുഗർ പറയുന്നുണ്ട് കാലിഫോർണിയന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമല്ലേ സാൻജോസ് എന്നുള്ള തരത്തിൽ ഷുഗർ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ജങ്കൂക്ക് കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. ഇത് കേട്ട് ജെഹോബ് നമ്മൾ നോർത്തേക്ക് പോയ അവിടെ സാൻ ഫ്രാൻസിസ്കോ അല്ലേന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ആറും പറയുന്നുണ്ട് എന്തായാലും നമ്മളൊരു വെസ്റ്റ് സൈഡ് ഭാഗത്താണെന്നുള്ള പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്ക് തോന്നി ഇത് ഇന്നൊന്നും തീരാൻ പോണില്ല, അതുകൊണ്ട് വി പറഞ്ഞു ഞങ്ങൾ അമേരിക്കയിലുള്ള ഒരു വെസ്റ്റ് സൈഡ് സ്ഥലത്താണ് എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിൻ തേയോങ്ങിനോട് പറയുന്നുണ്ട് തേയോങ്ഷിക്ക് എന്തോ ഞങ്ങളോട് പറയാനില്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ട് തേ പറയുന്നുണ്ട് എനിക്ക് മെമ്പേഴ്സായിട്ട് ഇന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ജെഹോപ്പ് അങ്ങനെ പറയുമ്പോൾ നിന്റെ ട്രീറ്റ് ആണ് ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് തേ ഒരു നിമിഷം സ്റ്റക്ക് ആവുന്നുണ്ട്. പിന്നെ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ അനാവശ്യ പ്രോത്സാഹനം നൽകുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കൈയടിച്ച് പാസ്സാക്കി അവർ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഫുഡോ ഇരിക്കണമെന്ന് പറയുമ്പോൾ അപ്പൊ ഷുഗർ എന്നാൽ നമുക്ക് അപ്പറ്റൈസർ തൊട്ടിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയാലോ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരം ഫസ്റ്റ് വരുന്ന എന്റെ യുങ്കിന്റെ സൈഡിക്കാണ്. തേ പറയുന്നുണ്ട് യുങ്കിയോങ് ഇപ്പോൾ ഡയറ്റിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ യുങ്കി പറയുന്നുണ്ട് ടൂർ ആയതുകൊണ്ട് തന്നെ ഞാൻ തടി കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഞാൻ കുറയ്ക്കണം. അതിൽ ജിന്നു പറയുന്നുണ്ട് ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ യുങ്കി അല്ലാതെ ബാക്കി മെമ്പേഴ്സ് ഒന്നും തടി കൂടിയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ജെഹോബ് പറയുന്നുണ്ട് പക്ഷേ എക്സസൈസ് ചെയ്താൽ പെട്ടെന്ന് യുങ്കിയേട്ടൻ തടി കുറയുമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഡെയിലി 2 നേരം എക്സസൈസ് ചെയ്യണ ജങ്കൂക്കിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജിമിൻ പറയുന്നുണ്ട് അവന്റെ ബോഡി നോക്കുന്ന് പറയുന്നുണ്ട്. അപ്പൊ തേ പറയുന്നുണ്ട് ജങ്കൂക്കിനേക്കാളും വർക്കൗട്ട് ചെയ്താൽ യുങ്കിയേട്ടന്റെ ബോഡിയാണ് പെട്ടെന്ന് ആ ഒരു ഫിറ്റ്നസ്ക്ക് അങ്ങനെ ബൾക്കായിട്ട് വരിക എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് കേട്ട് യുങ്കി സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ജങ്കൂക്ക് പറയുന്നുണ്ട് യുങ്കിയേട്ടൻ ഇപ്പൊ എന്താ പറയേണ്ടത്, യുങ്കിയേട്ടൻ അങ്ങോട്ട് വീർത്ത് വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ കഴിക്കുന്ന ഫുഡിന്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ടൂർ പ്ലാഗിലാണെന്ന് പറയുന്നുണ്ട്. അതായത് ടൂറിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്താണ് ഇവരെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജെഹോബ് തനിക്കാണ് ഇതിന്റെ ഒരു തുടക്കം, വയറിന് വയ്യാതെ ഏതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജങ്കൂക്കി പറയുന്നുണ്ട് എനിക്കും വയ്യാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ജങ്കൂക്കിക്ക് അങ്ങനെ വയ്യാതെ ആവാത്തതാണ് പക്ഷെ അവന് വയ്യാതെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ യൂസ് ചെയ്ത വെള്ളത്തിന്റെ പ്രശ്നമായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഞങ്ങളെ ടൂറിന്റെ നടുക്കാണ്. കാലിഫോർണിയത്തെ വെതർ നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കാലിഫോർണിയ നല്ല സെറ്റാണ് അവിടുത്തെ വെതർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ രാത്രി ഇങ്ങനെ ഓടുമ്പോൾ അവിടുത്തെ സ്റ്റാർസിനൊക്കെ നേരെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ എല്ലാ തവണ ഹോട്ടലുകളിൽ നിന്നിട്ട് ഇത്തവണ വില്ല പോലത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നല്ല അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആറാം എല്ലാവരും ഇപ്പൊ എന്താ ചെയ്യണത് ലേറ്റ്ലി എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ജെഹോബ് പറയുന്നുണ്ട് എല്ലാവരും ഇപ്പൊ എക്സസൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പിന്നെ പിക്കിൾ ബോൾ കളിക്കുന്ന ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് മെയിൻ ഡിഷ് അവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേയോങ് ആണ് ഇത് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തേയോങ് ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈന് കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെ വൈന് കുടിക്കുന്നുണ്ട്. ആ സമയത്ത് തേയോങ് ആ ഒരു വൈറ്റ് വൈന് എവിടുത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തേയോങ് പറയുന്നുണ്ട് ഇപ്പൊ അടുത്തായിട്ട് ജിമിൻ വൈനിന്റെ ആളാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് ജിമിൻ സോജുവിന്റെ ആളായിരുന്നില്ല എപ്പോഴപ്പോ വൈനിന്റെ ആളായതെന്നുള്ള ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിമിൻ കുറച്ച് ഫാൻസിയായി മാറി എന്നുള്ള കാര്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എന്താ ഇപ്പൊ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ എക്സസൈസ് പിക്കിൾ ബോൾ. ആ സമയത്ത് ജിന്ന് പറയുന്നുണ്ട് ഞാനും ജങ്കൂക്കിയും കൂടി പാചകം ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ സുജേബി ഉണ്ടാക്കി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് ഷുഗ അതേപോലെ തന്നെ ഗിറ്റാർ വായനയും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നംജുൻ എവിടെയാണെന്നൊന്ന് പേര് ചോദിക്കുമ്പോൾ നംജുൻ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ സാൻ ഫ്രാൻസിസ്കോ
യുനെസ്കോ പോയി വന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തേ പറയുന്നുണ്ട് എനിക്ക് നംജുനേട്ടൻ്റെ കൂടെ ഒരുപാട് സ്ഥലത്ത് പോകണമെന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ മെമ്പേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇന്നലെ റൂമിലില്ലാത്തതിൻ്റെ കാരണം അതായിരുന്നു എന്നല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്. ആ സമയത്ത് ജങ്കുക്ക് പറയുന്നുണ്ട് ഞാനും ജിന്നേട്ടനൊന്നും എങ്ങോട്ടും പോകാറില്ല, ഞാൻ പുറത്തേക്ക് തന്നെ പോകാറില്ല, ഞങ്ങൾ ഫുൾ ഗെയിമിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ടാളും ഒരു ഗെയിമാണോ കളിക്കലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജിന്നു പറയുന്നുണ്ട് ഇന്നലെ വരെ ഞങ്ങൾ ഒരു ഗെയിമായിരുന്നു, ഇന്നലെ തൊട്ട് ഞങ്ങൾ വേറെ വേറെ ഗെയിമാണ് കളിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാഫ് ഫണ്ണി ആയിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ഡെഫിനറ്റ്ലി ജിന്ന് തോറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയെന്നുള്ള ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ജയഹോപ്പ് ഞങ്ങൾ പിക്കിൾ ബോൾ കളിക്കാൻ തുടങ്ങിയത് നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ ടൂർണമെന്റിൽ കയറാൻ പോവാണെന്ന് പറയുന്നത്, അതായത് ഈ പിക്കിൾ ബോളിന്റെ ടൂർണമെന്റിൽ. അപ്പോൾ ഇതൊരു ഭയങ്കര സീരിയസ് വൈസോടെ പറയുന്ന സമയത്ത് ജങ്കുക്ക് അവിടെ ഇരുന്നിട്ട് നോണ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേന്ന് പറയുന്നുണ്ട്. ഇനി ഇത് ജങ്കുക്ക് പറയുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ ആ ഫുഡൊന്നും തലയും കൂടി പൊക്കാതെയാണ് പറയുന്നത്. അത് തേന്റെ ഒരു സ്പിരിറ്റിന് ഭയങ്കര തിരിച്ചടിയായി പോയി. ഇത് കേട്ടിട്ട് ആള് പറയുന്നുണ്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട്. ആള് പിന്നെ ഉദ്ദേശം തെളിയിക്കാൻ വേണ്ടി ഞാൻ സീരിയസ് ആയിട്ടാണ് ജങ്കുക്കെ പറയുന്നത്, ഞാൻ ഇത് ഹോബിയേട്ടനായിട്ട് ഡബിൾ കളിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ജങ്കുക്കിന്റെ ആ റിയാക്ഷൻ കണ്ടിട്ട് തേ അങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പോയിന്നേ. അപ്പൊ ജങ്കുക്ക് ചോദിക്കുന്നുണ്ട് എപ്പോൾ നമ്മൾ ഈ ഒരു ഓവർസീസിൽ ആവണ സമയത്തോ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് യുങ്കി പറയേണ്ട ഈ ഒരു ടൂർണമെന്റ് നോർത്ത് അമേരിക്കയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, നമ്മൾ എവിടെ പോയാലും ഈ ഒരു ഇതുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ആറും ഫാൻസിന് അത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹോബി വേറൊരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടൂറ് അവർക്കൊരു പ്രശ്നം തോന്നുന്നില്ല, നല്ല അവരെന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ടൂർ എന്തുകൊണ്ടാണ് നമ്മൾ എൻജോയ് ചെയ്യാതിരുന്നത്, അത് എന്തുകൊണ്ടാണ് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിൽ മെമ്പേഴ്സ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിന് പറയുന്നുണ്ട്. അവർ ആ ഒരു സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ പോലും അവർ കാര്യമായിട്ട് ഉറങ്ങാനാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ പുറത്ത് പോയി എൻജോയ് ചെയ്യാനോ കാര്യങ്ങളൊന്നും അവരതിനൊന്നും ട്രൈ ചെയ്തിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചൊരു സമയം എക്സ്ട്രാ കിട്ടിയാലും ആ സമയത്ത് ഇന്റർവ്യൂസും മറ്റതും ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഒരു അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല, പിന്നെ അവർ അടുത്ത ആൽബത്തിനായിട്ടുള്ള പ്രിപ്പറേഷനിൽ യുങ്കി നംജുൻ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് എൻജോയ് ചെയ്യാതെ ഇരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന രണ്ട് മെമ്പേഴ്സാണ് നംജുൻ ആൻഡ് തേയോങ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ തേയോങ് പറയുന്നുണ്ട് ഇപ്പം ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് ജിമ്മിൻ പറയുന്നുണ്ട് നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കായിട്ടുള്ള ടൈമിംഗ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ടൈമിംഗ് സംസാരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒരു നല്ലതാണെന്നുള്ള പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹോബി പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയതുകൊണ്ട് സമയം കുറച്ചും കൂടെ മെല്ലെ പോണ പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് എനിക്ക് ഹോബീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, എനിക്ക് സമയം ഭയങ്കര റിലാക്സ്ഡ് ആയതുകൊണ്ട് സമയം പെട്ടെന്ന് പോണ പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷുഗ പറയുന്നുണ്ട് എനിക്കൊരു 12 മണി മുതൽ 7 മണി വരെ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല, ആ സമയത്ത് ഞാൻ ഗിറ്റാർ വായിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്, ഞാൻ ഇമ്പ്രൂവ് അതിൽ ഗിറ്റാർ പ്ലേ ചെയ്യുന്നതിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയഹോപ്പ് എനിക്കിപ്പോൾ ഈ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം ഒന്നും കൂടി നല്ല തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റത് ഭയങ്കര ഹെക്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊറിയയിൽ എത്തിക്കാണും, അതായത് കഴിഞ്ഞിട്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ജങ്കുക്ക് അങ്ങനെ ആകുമ്പോൾ നമ്മൾ മെമ്മറി അധികം ലോങ് ലാസ്റ്റ് ചെയ്യില്ലല്ലോ, അധികം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം പറയുന്നത്. അതിൽ ജയഹോപ്പ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ എന്റെ മെമ്മറി വലിയ പവർ ഇല്ല, ഞാൻ വല്ലാതെ ഓർത്തിരിക്കില്ല, അതുകൊണ്ട് ഇത്തവണത്തെ കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കാൻ നല്ല ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇത്തവണത്തെ നീ എന്താന്നിട്ട് ഓർത്തിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് ഫസ്റ്റ് കോൺസേർട്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗ ചോദിക്കുന്നുണ്ട് അതെന്താ കുറെ മഴ പെയ്തോണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് ആ മഴ പെയ്തോണ്ട് എന്ന് പറയുമ്പോൾ ജയഹോപ്പും പറയുന്നുണ്ട് ആ ഗോയാങ്ങത്തെ കോൺസേർട്ട് മറക്കാൻ പറ്റില്ല മഴ പെയ്തോണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഗോയാങ്ങിൽ നടന്ന കോൺസേർട്ടിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ഒരു കോൺസേർട്ട് അതുകൊണ്ട് തന്നെ ഒരു ഫണ്ണി ആയിപ്പോയി, ഒരു മെമ്മെ പോലെ ആയിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്, ഒരു മഴയും കൊണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ കൊറിയ ജപ്പാൻ US ഒക്കെ കവർ ചെയ്തല്ല, അപ്പൊ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ കോൺസേർട്ട് പോയതിൽ ഓരോ കോൺസേർട്ടിൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. അതിൽ ജിൻ ആ വൈക്കിംഗ് ഷിപ്പ് ആയിട്ടുള്ള പ്ലേസ് നല്ല ഓർത്തിരിക്കുന്നുണ്ട്, ടാമ്പ നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റോപ്പ് ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അവരിപ്പോ ടാമ്പ, എൽപാസോ, മെക്സിക്കോ അവിടെയൊക്കെ പോയല്ലോ, അവിടുത്തെ ആ ഒരു സ്റ്റേഡിയം ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യുങ്കി പറയുന്നുണ്ട് എനിക്ക് എൽപാസോയിലെ ആ ഒരു സ്റ്റേഡിയം ഭയങ്കര ഒരു ഡ്രമാറ്റിക് ഫുൾ ഒരു മൂവി സെറ്റ് പോലെയൊക്കെ തോന്നി എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറയേണ്ട ആ ഒരു മൗണ്ടൈൻ സെറ്റപ്പ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ രാമിയോൺ നല്ല രസമുണ്ടായിരുന്നു, അതും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവര് എന്താന്ന് വെച്ചാൽ അവരിപ്പോ ആ ഒരു ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞിരുന്നല്ലോ അവർ റെസ്റ്റോറൻറ്റ്സ് നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെ തേടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തേ പറയുന്നുണ്ട് എപ്പോഴും ഞാൻ ഹോബിയേട്ടനാണല്ലോ കാറിൽ ഒരുമിച്ച് പോകല്, അപ്പോൾ ഹോബിയേട്ടൻ എപ്പോഴും ചോദിക്കും ഇതേതാ നീ ഏതാ കണ്ടുപിടിച്ചത്, പുതിയ റെസ്റ്റോറൻറ്റ് ഏതാ കണ്ടുപിടിച്ചെന്നുള്ള തരത്തിൽ ചോദിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മിനും ഇതേപോലെ തന്നെ അവർ 7 ആളും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോയി കഴിക്കണതൊക്കെ നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെക്സിക്കോ മറക്കാൻ പറ്റാത്ത ഒരു സിറ്റിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സ് സമ്മതിക്കുന്നുണ്ട് ശരിയാണ്, അവിടുത്തെ ആ ഒരു ആൾക്കാർ ഭയങ്കര ഇതായിരുന്നു, ഇമോഷണൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവിടെ ആ ഒരു പാലസ് പോയ കാര്യം പറയുന്നുണ്ട്. അതേപോലെ അപ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ ഫെസ്റ്റിവലിന് വന്നാണോ നമ്മളെ കാണാൻ വേണ്ടി വന്നാണോ എന്നുള്ള എനിക്ക് ഡൗട്ടായി. അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ടല്ല വിറ്റ്നസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ജങ്കുക്ക് പറയുന്നുണ്ട് ഇത് ശരിയാവില്ല, നമ്മൾ അവിടെ ഒരു കോൺസേർട്ടും കൂടി നടത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷുഗ ഉടനെ തന്നെ
തന്നെ മെക്സിക്കോയിൽ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണ് എന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഷുഗർ ഈ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ ഹോപ്പ് പറയുന്നുണ്ട് ഇപ്പൊ ഇത് കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിം പറയുന്നുണ്ട് നമ്മൾ ഇതും ഫണ്ണി ആയിരിക്കുമല്ലേ, നമ്മൾ കോൺസേർട്ട് ചെയ്തോടെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പോയി കോൺസേർട്ട് ചെയ്ത് വരുന്നത് ഒരു രസമുള്ള കാര്യമായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ജിമ്മിന് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് കുറച്ചൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യം കൂടാണ്. ആർമീസ് ആദ്യത്തെ അത്ര ഈ ഒരു എൻജോയ് ചെയ്യണില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. അപ്പോൾ ജങ്കുക്ക് പറഞ്ഞിട്ട് ടോക്കിയോയിലെ ആൾക്കാർ ജപ്പാനിലെ ആൾക്കാർ ഒന്നും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ അവർ പറഞ്ഞു വരുന്ന ഇഷ്യൂ വേറെ ഒന്നല്ല, ഈ ഒരു ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അവർ ഈ ഒരു റെക്കോർഡിങ്ങിനും കാര്യത്തിനാണ് ടൈം സ്പെൻഡ് ചെയ്യണത്, എൻജോയ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോൺ വല്ലാതെ ഇതാക്കണതിന്റെ കാര്യം പറയുമ്പോൾ തേ പറയുന്നുണ്ട് അടുത്തായിട്ട് ഇപ്പോൾ റീസെന്റ് വന്ന ഇന്റർവ്യൂവിൽ ബില്ലി എലിഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ജിൻ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം പറഞ്ഞാൽ ഞാൻ നല്ല ക്യൂരിയസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തേ പറയുന്നുണ്ട് ആളുള്ള പോയിന്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻ ചോദിക്കുന്നുണ്ട് അതന്നെ ഞാൻ നല്ല ക്യൂരിയസ് ആണ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹോബി കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് അവര് കോൺസേർട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ പിടിച്ചത് വീഡിയോ എടുക്കണം ആ ഒരു സംഭവമാണ് അവര് കോൺസേർട്ട് എൻജോയ് ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു മീനിങ് വരുന്ന ഒരു സംഭവം. അപ്പൊ ആറും പറയുന്നുണ്ട് ഞാൻ ആള് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സംഭവം അവര് എൻജോയ് ചെയ്യുന്ന ഒരു പാർട്ട് ചില കൺട്രീസ് അനുസരിച്ച് അതൊരു മാറ്റം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് അവർ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറയുന്നുണ്ട് ചിലവര് വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് പാട്ട് നല്ല ഹൈ ആയിട്ട് വരുമ്പോൾ ഈ ഒരു ഫോൺ അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യും, പിന്നെ ഇതേപോലെ തന്നെ വീഡിയോ എടുക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് അവർ ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് അവരുടേതായിട്ടുള്ള ഒരു മെമ്മറി ആണല്ലോ, അവരുടേതായിട്ടുള്ള ഒരു ഇതാണല്ലോ ഒരു എൻജോയ് ചെയ്തെന്നുള്ള അതിൻ്റെതായിരിക്കാം വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അന്നത്തെ ഷോന്റെ ഹോസ്റ്റ് വി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇടപെടേണ്ട ടൈം ആയി എന്നുള്ള വിചാരിച്ചിട്ട് ആള് പറയുന്നുണ്ട് ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വരാൻ കാരണം ഞങ്ങളിപ്പോ 7 ആൾ ഒരേപോലെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ 7 ആൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും കൂടെ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ മാറിയിട്ട് വേറെ ടോപ്പിക് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ട്. അങ്ങനത്തെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിമ്മിൻ ചോദിക്കുന്നുണ്ട് എന്ത് ചോദിക്കുമ്പോഴത്തേ പറയുന്നുണ്ട് ഞാനായിട്ട് വർക്ക് ചെയ്യണത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അവർ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട്. അതായത് 7 പേരും ഒരുപാട് ടൈമിന് ശേഷം ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഹാപ്പി ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് 7 ആളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ ഡള്ളായിട്ടുള്ള സമയങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ അത് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുമല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ട്. ഇതാണ് ഒന്നുകൂടി നല്ലത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് സോളോ ആയിട്ട് കോൺസേർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ളവർ ഇപ്പം എന്താവും ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്ത വരും. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ സമയത്ത് ഒരേ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ കുറെ ചിന്തകളൊന്നും ആവശ്യമില്ല. ആ ഒരു ഭാഗം ജെഹോപ്പാണ് പറഞ്ഞത്. അവിടെ ജെഹോപ്പ് എന്തോ കുറേ കൂടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പാർട്ട് ഇട്ടിട്ടുള്ളത്. ആ ഒരു സമയത്ത് ജിന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ക്യൂരിയസ് ആവും. അപ്പൊ ഞാൻ എപ്പോഴും ഈ സപ്പോർട്ടിങ് ടീമിനോട് ചോദിക്കും ഹോബി ഇന്ന് എന്താ ചെയ്യണത്, ജിമ്മിന് ഇന്ന് എന്താ ചെയ്യണം എന്നുള്ള ഞാൻ ചോദിക്കുന്നു പറയുന്നുണ്ട്. അതിന് ഹോബിയും ഇതേപോലെ തന്നെ അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷുഗർ പറയുന്നുണ്ട് ഇപ്പൊ ഞാനും നംജുനും അല്ലേ ഒരേ പ്ലേസ് ഷെയർ ചെയ്യുന്നത്, അപ്പൊ നംജുന ഒരു 10 മണി വരെ അവിടേക്ക് വരില്ല. അപ്പൊ അവര് ചിരിക്കുന്നുണ്ട്. അപ്പൊ ജിമ്മി പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഏട്ടൻ ആ ഒരു സ്ഥലം മുഴുവൻ ഒറ്റയ്ക്ക് കിട്ടിയ പോലെ ആവില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജെഹപ്പ് ഇപ്പൊ നമ്മൾ കംബാക്ക് ആയിട്ട് ഒരു 2 മാസത്തോളം ആയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറും പറയുന്നുണ്ട് കുറച്ചൊക്കെ ഒരു ഇതുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും കുറച്ചും കൂടെ നമ്മൾ ബെറ്റർ ആയി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ തേ പറയുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ തവണത്തെ കംബാക്ക് നന്നായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതിന് അവരെല്ലാവരും ശരിയാണെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയ ഒരു ടൈമിനുള്ളിൽ നമ്മൾ നല്ലൊരു ആൽബമാണ് ഇറക്കിയിട്ടുള്ളത്, നല്ലൊരു കംബാക്ക് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ആ ഒരു ആൽബത്തിനെ കുറിച്ച് അവരിങ്ങനെ പറയേണ്ടത് അത് ഇങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ആവായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തേ പറയുന്നുണ്ട് എന്നാൽ നമുക്കൊരു ഫുൾ ഒരു 30 സോങ് ഒക്കെ ആയിട്ടുള്ള ഒരു ഫുൾ സ്റ്റുഡിയോ വെർഷൻ ചെയ്യാന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ എന്താ അരിരങ് 1 അരിരങ് 2 എന്ന് പേരിടുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തേ പറയുന്നുണ്ട് സിരിറങ് എന്നുള്ളത് ഇനി നെക്സ്റ്റ് ആൽബത്തിന്റെ പേരിടാന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പൊ തേ പറയുന്നുണ്ട് നെക്സ്റ്റ് ആൽബത്തിന്റെ പേര് സിരിറങ്. ഈ ഒരു സമയത്ത് ജിൻ ചോദിക്കുന്നുണ്ട് അതിന്റെ അടുത്ത ആൽബത്തിന്റെ പേര് അപ്പോൾ ചോദിക്കുന്നുണ്ട്. അതിന് ഷുഗർ പറയണത് അരാരിയോ എന്ന് പേരിടാന്ന്. അത് കേട്ട് എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. പിന്നെ അവർ പറയണത് സ്വിമ്മിനെ കുറിച്ചാണ്. അതായത് സ്വിം അവർ വിചാരിച്ചത് ആർമീസ് അങ്ങനെ ഇതാക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ല, ആർമീസ് എന്നെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് ഈ ഒരു സ്വിം എന്ന് പറയുന്നത് പക്ക BTSന്റെ ആ ഒരു മീനിങ് BTS എന്താണോ അതാണ് ശരിക്കും സ്വിമ്മിലുള്ള ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഫസ്റ്റ് അവർ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല, പിന്നെ അങ്ങനെ തന്നെയാണെന്നുള്ള മനസ്സിലായെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. അതായത് ഇതിന്റെ ഒരു മീനിങ് ഉണ്ടല്ലോ പക്ക, അത് അവരായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സ്വിമ്മിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിസേർട്ട് വരുന്നത്. അങ്ങനെ പിന്നെ അവർ പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആൽബത്തിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ആൽബം നമ്മൾ ഇത് ഇങ്ങനെ വന്നുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഇതായിട്ടൊക്കെ വരാം, സിമ്പിൾ ആയിട്ടൊക്കെ വരാന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ആൽബത്തിന്റെ ചർച്ച നമുക്ക് ഇങ്ങനെ പുറത്ത് ഇതിന്റെ ചെയ്ത പോലെ പുറത്ത് വെച്ച് നടത്താന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങൾ അവർ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹോബി ഞാൻ ഓൾറെഡി ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നെക്സ്റ്റ് ആൽബത്തിന് നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്ങുകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് വരിക, അല്ലാത്തത് വേണ്ട എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സോങ് നമ്മൾ ചെയ്തിട്ട് ഇന്നത് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം നമ്മളായിട്ട് ചിന്തിക്കാതെ ആ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയുക, എന്നിട്ട് നമ്മൾ ഒക്കെ സംസാരിച്ച് തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നെക്സ്റ്റ് ആൽബം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് നമ്മളെ 13ാമത്തെ വാർഷികമല്ലേ, അപ്പൊ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തില്ലേ, അത് ഇവിടുന്ന് തന്നെയല്ലേ എടുത്തത്, ഇപ്പൊ നമ്മൾ എടുത്തിട്ട് വരിക
വരികയല്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പം ഹോബി പറയുന്നുണ്ട് 13 വർഷം ഒപ്പം പോയത് വലിയൊരു കാര്യം തന്നെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയം ഷുഗ ഇതിനൊരു ഫണ്ണി ആയിട്ട്, അതായത് 13 വർഷമല്ല, അപ്പോൾ നമ്മളിപ്പോൾ എലമെന്ററി സ്കൂളിന്റെ ഗ്രാജുവേഷൻ ഇയർക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അപ്പോൾ പറയുന്നുണ്ട് ഇനി നമ്മൾ മിഡിൽ സ്കൂളിലേക്കാണ് കയറാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോബി എന്തായാലും നമ്മൾ ബുസാൻ കോൺസെർട്ട് ചെയ്യാൻ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആർമീസിന് ഒരു വലിയ പ്രസന്റ് തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജിന്ന് പറയുന്നുണ്ട് നമ്മൾ പ്രസന്റ് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു 13 വർഷത്തിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ജിന്ന് ഇത് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നംജുൻ ബാത്റൂമിൽ പോയതാവും. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് നംജുൻ ഇവിടെ അല്ലാതെ ഇത് പറയണതിന് ഭയങ്കര ഇതുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ 13 വർഷം ഒരുമിച്ച് വർക്ക് ചെയ്ത് ഭയങ്കര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അതേ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു പണ്ടൊക്കെ കുറെ കാലം ഒരുമിച്ച് പോയിട്ടുള്ള നമ്മളെ സീനിയേഴ്സിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുങ്കി പറയുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് ഷിൻമ പറഞ്ഞിട്ടുള്ള ആ ഗ്രൂപ്പ് അവർ 15 വർഷത്തോളം അവരൊരു അന്നത്തെ ആനിവേഴ്സറി 15 വർഷത്തിന് ആനിവേഴ്സറി എന്തോ ആയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ 13 വർഷത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ജിന്നിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് സ്പിൻ ബ്രേക്കർ ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് അത് നീ എന്തിനാ എന്നോട് ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ഇത് ജിന്നേട്ടനല്ല അതിന്റെ കൊറിയോഗ്രാഫി ഒക്കെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവന്റ് ഇതേപോലെ തന്നെ ജിന്നായിരുന്നില്ല ചെയ്തതെന്ന് പറയുന്നുണ്ട്. ജിന്നിന്റെ ഡിസ്ചാർജിന് തൊട്ടടുത്ത ദിവസമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ജിന്ന് ഇങ്ങനെ വിറച്ചോണ്ട് ഈ ഒരു സംഭവം ചെയ്തത് അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിന്ന് പറയുന്നുണ്ട് ഞാൻ വിറച്ചോണ്ട് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഡിസ്ചാർജിന്റെ വ്യത്യാസം നിന്നെ കോൺസെർട്ട് ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജിന്ന അന്നൊരു ഹഗ് ഇവന്റ് ചെയ്തിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് നമ്മൾ ഇപ്പോൾ അതായത് ഡിസ്ചാർജിന് ശേഷം വന്ന മെച്ചോർഡ് BTSും അതേപോലെ തന്നെ ഈ ഒരു ഡിസ്ചാർജിന് മുന്നത്തെ ഒരു 20കളിലെ 20സിലുള്ള ഫ്രഷ് ഫേസ്ഡ് BTS നമ്മളൊരു വ്യത്യാസം ചോദിക്കുമ്പോൾ ഷുഗ അപ്പം തന്നെ പറയുന്നുണ്ട് അന്ന് നമുക്ക് 20s ആയിരുന്നു, ഇപ്പം നമുക്ക് 30s ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി പറയുന്നുണ്ട് അത് ഒബ്വിയസ് ആയിട്ടുള്ള സംഭവമാണ്, അല്ലാതെ വേറെ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ജങ്കുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് ജിന്നേട്ടൻ 30സിലായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിന്ന പറയുന്നുണ്ട് ഞാൻ മാത്രമൊന്നല്ല യുങ്കി അന്ന് 30സിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുങ്കി പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ 29 ആയിരുന്നു ഇന്റർനാഷണൽ ഏജ് നോക്കുമ്പോൾ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജേഹബ് പറയുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ 20സിലാണോ 30സിലാണോ എന്നുള്ളത് വലിയ ഡിഫറൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയം നംജുൻ സ്റ്റാമിന കുറച്ച് കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജങ്കുക്കി പറയുന്നുണ്ട് അന്നത്തെ ഈ ഒരു ഏജ് ഡിഫറൻസിന്റെ ഇന്നത്തെ മൈൻഡ് സെറ്റിന്റെ ഡിഫറൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് അന്ന് ഒരു സംഭവം ചെയ്യാൻ അങ്ങനെ ഒരു ഹെസിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ ഷൈ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിനക്ക് അന്ന് ഇന്നും നാണൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജങ്കുക്ക് പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊരു ഇതുണ്ട്, അതായത് ഒരു സംഭവത്തിനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അന്ന് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞാൻ ജങ്കുക്കിയാണ് ഞാൻ ചെയ്യുന്നുള്ള അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഇതുണ്ട് ഞാൻ ചെയ്യണത് ശരിയാവില്ല, ഞാൻ എൻ്റെ ബോഡി ഷേപ്പിലല്ലേ അങ്ങനത്തെ ടെൻഷൻ എന്ന് പറയുമ്പോൾ വീവ് അതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സമയം ഹോബി ഞാൻ എൻ്റെ ചിന്തകളിൽ കുറച്ചും കൂടെ മെച്ചോർഡായി എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. അപ്പോൾ അവരും അതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ പറയുമ്പോൾ ജിന്നു പറയുന്നുണ്ട് കുറച്ചും കൂടെ നമ്മൾ വലിയ ആൾക്കാരായ അതായത് മെച്ചോർഡായി എന്നുള്ള തരത്തിൽ ജിന്നും പറയുന്നുണ്ട്. അപ്പോൾ ജേഹബ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം അങ്ങനെ ഒരു ഇതില്ലാതെ ഒഴുകി പോണ ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങൾ അവർ ചെയ്യണതൊക്കെ ഒരു മെമ്മറി ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ജിന്നും പറയുന്നുണ്ട് പണ്ടത്തെ ആ ഒരു സമയത്തൊക്കെ എന്തെങ്കിലും ഷൂട്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു മെന്റലി കുറച്ചും കൂടെ ഒരു സ്ട്രെസ് ഫ്രീ ആണ്, അങ്ങനെ ഒരു ഇതില്ല. ഇപ്പൊ നമുക്കും കൂടെ ഒന്ന് അവിടെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു എന്നുള്ളത് പറയും. അപ്പൊ ജിന്നു ഞാനിപ്പോ ഈ അടുത്തായിട്ടൊന്നും ദേഷ്യപ്പെട്ടതായിട്ട് തന്നെ എനിക്ക് ഓർമ്മല്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ നംജുൻ പറയുന്നുണ്ട് അതായത് നമ്മള് ടീമായിട്ട് ഒരു മാറ്റം ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി മാറിയിട്ടുണ്ട്, എന്നാൽ ആ ഒരു ഇൻഡിവിജ്വലി ഉള്ള മാറ്റം ഗ്രൂപ്പിലേക്ക് ഒന്ന് ബ്ലെൻഡ് ആയി പോയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറഞ്ഞു വരുമ്പോൾ ഞാനും ഇൻഡിവിജ്വലി പണ്ടത്തെക്കാളും ഒരുപാട് മാറി 180 ഡിഗ്രി മാറിയിട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ആ ഒരു പഴയ ആളാണ്, അന്നത്തെ ആ ഒരു തന്നെയാണ് ഇപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജിമ്മിന് അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഏട്ടനെ ആയിട്ട് സെപ്പറേറ്റ് സംസാരിക്കുമ്പോൾ ഏട്ടൻ ഒരുപാട് മാറിപ്പോയി, അതായത് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത് ഇങ്ങനെ തോന്നും. പക്ഷെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ആ പഴയ ആൾ തന്നെയാണ്, ഒരു മാറ്റമൊന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ നംജുൻ പറയുന്നുണ്ട് അത് ശരിയാണ്, വേറെ ഒന്നല്ല ടൈമാണ് മാറിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ആ ഒരിടയ്ക്കായിട്ട് കോവിഡ് അതേപോലെ തന്നെ AI ഒരു വരവ്, ഷോർട്ട് കണ്ടന്റുകളുടെ വരവ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ സൊസൈറ്റി ഒരുപാട് മാറി, ആൾക്കാർ ഒരുപാട് മാറി. പക്ഷെ നമ്മൾ ഈ ഒരു 7 ആളുടെ ഇടയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് ഈ ഒരു കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട്. അതായത് പണ്ടത്തെക്കാളും കൂടുതൽ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഡിവിജ്വലി ഇങ്ങനെ ഇതായത് കൊണ്ട് തന്നെ എനിക്ക് തോന്നാറുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ടത്തെക്കാളും ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കാര്യം ഇന്നൊരു ഫണ്ണായിട്ട് പറയുന്ന കാര്യം ജിന്നേട്ടനൊന്ന് ഹേർട്ട് ആവുമോ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ, പക്ഷെ ജിന്നേട്ടൻ അത് അങ്ങനെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് തള്ളിക്കളയണ ഒരു ഇത്. അതേപോലെ തന്നെ ജിമിൻ എന്തോ അങ്ങനെ ദേഷ്യം പോലെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ജിമിൻ എനിക്ക് വിശന്നിട്ടാണെന്ന് പറയണം, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെ അറിഞ്ഞിട്ട് അത് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല, അത് അങ്ങനെ നമ്മൾ സ്മൂത്ത് ആയിട്ട് ഒഴിവാക്കാന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ അവരെ 30സിലല്ലേ,
പിന്നെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തല്ലേ, നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ ഗ്രൂപ്പുകളിലും ആയിട്ടാണല്ലോ ഇപ്പൊ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അപ്പൊ അവർ ഒരു മിലിറ്ററിന്റെ കാര്യം പറയുന്നുണ്ട്. മിലിറ്ററിയിൽ ഒരു വേറെ ഗ്രൂപ്പുകളിലാണല്ലോ, അതായത് ആ ഒരു മിലിറ്ററി കാര്യം പറയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു മിലിറ്ററിത്തെ ഹാർഷ് റിയാലിറ്റീസ് ആയിരിക്കും മേ ബി അവർ ഒന്നും കൂടി അടുപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഹോബി ഇനിയുള്ള BTSന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ ചിന്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഷുഗർ നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവരിപ്പോ ഒരു ടൂറിന്റെ സ്റ്റാർട്ടിംഗ് അല്ല, അപ്പൊ നന്നായിട്ട് ഈ ഒരു ടൂർ മുന്നോട്ട് പോയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്താ പോകണം എന്നുള്ളതും അതേപോലെ തന്നെ ആർക്കും അസുഖങ്ങളൊന്നും വരാതിരുന്നാൽ മതി, അപ്പൊ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ തേവനോട് ഒരു എൻഡിങ് കമന്റ് പറയുന്നുണ്ട്. തേവങ്ങാണല്ലോ ഇതിന്റെ ഒരു MC. അപ്പൊ ഇവര് തേനോട് ഒരു എൻഡിങ് കമന്റ് പറയുമ്പോൾ ജിമിൻ ഒന്നും കൂടെ തേക്ക് പ്രഷർ കൊടുത്തിട്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇവര് ജിമിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ അവന് കുറച്ച് പ്രഷർ കൊടുക്കണം, നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോലെ എന്നുള്ള കാര്യങ്ങൾ ഇവർ പരസ്പരം ചർച്ച ചെയ്യുന്ന ഈ ഒരു സമയത്ത് തേ ഇത് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, ജെമിനിയിലാണ് സെർച്ച് ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇവർ പറയുമ്പോൾ തേ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് എന്താ വൈനിന്റെ കാര്യം പറയണത്, ഞാൻ കുറച്ച് മുന്നേ ഇപ്പോൾ വൈനിന്റെ കാര്യം സെർച്ച് ചെയ്തുകൊണ്ട് വൈനിന്റെ ആൻസർ ആണ്, വൈനിനെ സംബന്ധിച്ചുള്ള ആൻസർ അതിൽ വരുന്ന പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ തേ ഈ ഒരു ഇത് പറയുന്നുണ്ട്, അതായത് ഒരുപാട് ടൈമിന് ശേഷം ഇപ്പോൾ ഒരുമിച്ച് വന്നതാണെങ്കിലും ഞങ്ങൾ 7 ആൾ ഒരുമിച്ച് ഇങ്ങനെ വരാനും ഒപ്പം ഇങ്ങനെ നിൽക്കാനും ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ആർമീസ് ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളും ഇതേപോലെ തന്നെ ഈ ഒരു മൊമെന്റിനെ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവന്റുകൾ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ഈ ഇവന്റുകൾ ഓരോന്നും കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് ഈ ഒരു അരിരംഗ് വേൾഡ് ടൂറിനെ നല്ല ഹാപ്പി ആയിട്ട് സക്സസ്ഫുള്ളി എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു തരത്തിൽ പറയുന്നുണ്ട്. അത് പറഞ്ഞ് നിർത്തുമ്പോൾ ഇവരെല്ലാവരും കൈയടിക്കാൻ നിൽക്കുമ്പോൾ കൈയടി നിർത്തിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇനി വരാൻ പോണ ബുസാൻ കോൺസേർട്ട്, ഈ ഫെസ്റ്റ ബുസാൻ കോൺസേർട്ടിലൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻഡിങ് കമന്റ് ആയിട്ട് ഇതുവരെ ഞങ്ങൾ ബങ്താൻ സുനിന്ദനായിരുന്നു, ഇനി ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ റൺ BTSന്റെ ആ ഒരു ഇത് വെച്ചിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ റൺ BTS എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം എൻഡ് ചെയ്യുന്നത്. എൻഡ് ചെയ്തിട്ട് അവർ എൻട്രി കൊടുത്ത പോലെ തന്നെ എന്തെങ്കിലും ആ ഒരു മേശേന്റെ അടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ മേശേന്റെ അടിക്ക് പോകണ്ട എല്ലാവരും കൂടെ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ BTS ഫെസ്റ്റ ഡിന്നർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി ഇതിൽ കുറച്ചും കൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് മെമ്പേഴ്സ് 7 ആളും കൂടി ഒരുമിച്ചാണല്ലോ, അപ്പൊ അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാനത് കുറച്ച് ചുരുക്കിയിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എനിവേ ഇനി നെക്സ്റ്റ് എക്സ്പ്ലനേഷനായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ആർമീസ്.